കൈറ്റ് അഥവാ പരുന്തു വർഗത്തിൽപ്പെട്ട ചില പക്ഷികൾ ആകാശത്തിൽ ചിറകുകൾ അടിച്ച് പറക്കുന്നതിന് പകരം ചിറകുകൾ നിശ്ചലമാക്കി നിൽക്കുന്നത് കാണാം. എന്നാലോ അവയൊട്ട് താഴെ വീഴുന്നുമില്ല. ഈ ഒരു രീതിക്ക് കൈറ്റിംഗ് എന്നാണ് പറയുക. പട്ടത്തിന് ഇംഗ്ലീഷിൽ കൈറ്റ് എന്നാണല്ലോ പറയുക. ഈ പട്ടം പറത്തൽ രീതിയുടെ ശാസ്ത്രം തന്നെയാണ് ഇതിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇതിനൊരു ഫിലോസഫിക്കൽ മാനം കൂടെയുണ്ട്, അതും കൂടെ പറയാം. പട്ടം പറത്താൻ കാറ്റ് ആവശ്യമുള്ളതുപോലെ പരുന്തിനും ഈ കാറ്റ് ആവശ്യമാണ്. കാറ്റ്, കൊടുങ്കാറ്റ്, പ്രതിബന്ധങ്ങൾ ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യർ ഒന്ന് പിന്നോട്ടടിക്കുകയല്ല ചെയ്യുക. പക്ഷെ പരുന്ത് അത് അവസരമാക്കി മാറ്റും. കാറ്റ് മുകളിലേക്ക് കൊണ്ടുപോകുന്ന വായുവും താപവും ഉപയോഗിച്ചാണ് പരുന്ത് തന്റെ ചിറകുകൾ ഉപയോഗിച്ച് വായുവിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോൾ വെറുതെ അതങ്ങനെ കളിക്കുകയല്ല ചെയ്യുന്നത്. അടിയിലേക്ക് തന്റെ ഇരകളെ നിരീക്ഷിക്കുകയാണ്. വായുവിൽ ചിറകുകൾ അടിക്കാതെ നിശ്ചലമായി കിടക്കുമ്പോൾ ഭൂമിയിൽ കിടക്കുന്ന ഇരകളെ ഷാർപ്പായി നോക്കാൻ പരുന്തിന് പറ്റും. പരുന്തിന്റെ കാഴ്ചശക്തി അപാരമാണ്. പരുന്തിന് വായിക്കാൻ അറിയാമെങ്കിൽ 500 മീറ്റർ മുകളിൽ നിന്ന് പോലും പത്രം പരുന്ത് വായിക്കും. ഇത്രയും ഷാർപ്പായിട്ടുള്ള കണ്ണുപയോഗിച്ച് നിശ്ചലമായി പരുന്ത് ഇരനിരീക്ഷണം നടത്തുന്നത് കൊടുങ്കാറ്റിലാണ്. ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ ആ പ്രതിബന്ധങ്ങളിലേക്ക് ഇറങ്ങി മുകളിലേക്ക് കാറ്റ് വലിച്ചെടുക്കുന്ന താപവും വായുവും അവസരങ്ങളാക്കി മാറ്റുന്ന പരുന്തിനെ പോലെ നമ്മൾ നേട്ടങ്ങൾക്ക് കാത്തിരിക്കണമെന്നാണ് പരുന്ത് ഈ കൈറ്റിങ്ങിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒബ്സ്റ്റാക്കിൾ ഈസ് ദ വേ ഓഫ് പ്രോസ്പെരിറ്റി. പ്രതിബന്ധങ്ങളാണ് ജീവിതത്തിലെ സമൃദ്ധിയിലേക്കുള്ള പാത. ചിറകുകൾ അടിക്കുമ്പോൾ പരുന്തിന് ഇരനിരീക്ഷണം കഴിയുന്നതിനേക്കാളും എത്രയോ ഇരട്ടി ആ കൊടുങ്കാറ്റിൽ തന്റെ ചിറകുകൾ നിശ്ചലമാക്കി വെക്കുമ്പോൾ പരുന്തിന് കഴിയും. നല്ല സമൃദ്ധിയിൽ ഇര ലഭിക്കുകയും ചെയ്യും.